പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനുണ്ട്, അച്ചുക്കുണ്ട് അല്ലേ അച്ചോ? നമ്മൾ പെരിന്തൽമണ്ണ വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ വ്ളോഗ് പുറത്ത് വരിക മെയ് 1-ാം തീയതി കാരണം അതുവരെ ഈ വ്ളോഗ് പുറത്ത് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഓപ്പൺ ആയിട്ടാണ് നിങ്ങളോട് എന്ത് ചെയ്യാൻ പോണത്, നമ്മൾ സംസാരിക്കാൻ പോണത്. അപ്പോൾ പിന്നെ ഒന്നാമത് ഞങ്ങൾ രണ്ടാളും മാത്രമാണ് ഇറങ്ങിക്കണം. എന്തിനാ ഇറങ്ങിക്കണൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഡേറ്റ് എത്ര വെച്ചോ? ഏപ്രിൽ 6. അപ്പൊ ഹനാനൊക്കെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ഒക്കെ എന്തെങ്കിലും ദുബായിൽ നിന്ന് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഒരാരുമില്ല, ടീം ആരുമില്ല. പിന്നെ അർശിയാണ്, വർക്കിലാണ്. നബീൽ നാട്ടിലെ അക്കന്മാരൊപ്പം ടൂർ കഴിക്കണേ. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ആരും ഇല്ലാത്തൊരു സമയത്താണ് ഞാനും അച്ഛൻ എന്ത് ചെയ്തുള്ളത്, ഇറങ്ങിക്കണത്. ഈ ഇറങ്ങലിന്റെ അതെ ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് വരല് നിർബന്ധമായും ചെയ്ത്. നാളെ ഞാനും പോവാണ്. നാളെ ഇപ്പൊ ഞാൻ ട്രിപ്പ് പോവാണ്. ഞാൻ ഈ മെയ് 1-ന്റെ തലേന്നൊക്കെ ഞാൻ എത്തുള്ളൂ. അതായത് ഏപ്രിൽ 28, 29, 30 ഈ ഒരു ഡേറ്റിലായിട്ട് ഇങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് എത്തുക. അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് പെരിന്തൽമണ്ണത്തിൽ നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ഇപ്പം ഞാനും അച്ചു ഇറങ്ങിക്കണത്. അപ്പോൾ വേറെ ഒന്നുമല്ല, കാണികളുടെ എല്ലാവരുടെയും കുറേ ആളുകൾ നമ്മൾ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പം ഇനി വരാൻ പോകുന്ന ആരെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കുറേ കമൻറ്റ് ഇടലുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരെ പേര് പറഞ്ഞ കമൻറ്റ് ഇടലുണ്ട്. അപ്പോൾ നമ്മളിവിടെ റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളെ മെയ് 1-ാം തീയതി വരുന്ന പരിപാടി നമ്മളെ അച്ചുവിൻ്റെ നിക്കാഹാണ്. ഹാപ്പി അല്ലേ അച്ചോ? അപ്പോൾ അച്ചുവിൻ്റെ നിക്കാഹാണ് മെയ് 1-ാം തീയതി. അപ്പോൾ അതിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഡ്രസ്സ് നോക്കാൻ പോകാം കേട്ടോ. ഞങ്ങൾ പെരിന്തൽമണ്ണ പിന്നെ ലിൻഫാബ് പറഞ്ഞ ഷോപ്പിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡ്രസ്സ് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെ ഷെബീബ്ക്ക് സ്വന്തം എൻ്റെ വെഡിങ്ങിനും ഡ്രസ്സ് സെറ്റാക്കി തന്നത് ഷെബീബ്ക്ക്. ഇനിയിപ്പോൾ അച്ചുവിൻ്റെ വെഡിങ്ങിനും ഡ്രസ്സ് സെറ്റാക്കി തരാൻ പോണത് ഷെബീബ്ക്കാണ്. അപ്പം ഇനി നമ്മളെ കൂട്ടത്തിൽ ഇഷ്ടംപോലെ കല്യാണങ്ങൾ വരാണ്ട് ആ കല്യാണങ്ങൾക്കൊക്കെ ഡ്രസ്സ് സെറ്റാക്കി തരാൻ പോണത് ഷെബീബ്ക്ക് തന്നെ ആവും. എന്താണ് ചങ്ങന്മാരെ, സൽമാനിന് സൽമാൻ ആകെ 23 വയസ്സുള്ള ചങ്ങയ്ക്ക്. നികാലിന് ഇതേമാതിരി 22, 23 വയസ്സുള്ളൂ. ഇവർക്കൊക്കെ ഞങ്ങൾ കല്യാണം പറയുന്നത് വല്ലാത്ത ഗസ്സായി പോയിട്ട് ഞങ്ങൾക്കൊക്കെ. അതെന്ന് വെച്ചാൽ ഇപ്പൊ കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു ഏജ് കാറ്റഗറി ഉണ്ടല്ലേ അച്ചോ? അതായത് ഞങ്ങളൊരു 27 ഏജുകാർ കുറച്ച് ആൾക്കാരുണ്ട്. ഞാന്, അച്ചു, അർഷു, അസറു, ജിംഷാദ്, പിന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഈ സെയിം ഏജ് കാറ്റഗറി 27 വരുന്ന. ഞങ്ങൾ 26, 27 അതായത് ആ റേഞ്ച്. ഷാനു അപ്പൊ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഒരു റേഞ്ചിൽ വരുന്ന ആൾക്കാരെ കല്യാണമാണ് ആദ്യം നടക്കാൻ പോവാ. അപ്പൊ അത് നിങ്ങള് ഇത്ര ആൾക്കാരെ നിങ്ങൾ ലിസ്റ്റിൽ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി ഗസ് ചെയ്യുമ്പോൾ അങ്ങനെ ഗസ് ചെയ്യുക. ഇതൊരു ലോജിക്ക് വേണ്ട ഈ ഗസ് ചെയ്യലിന്. അപ്പോൾ അങ്ങനെയാണ് പരിപാടി കേട്ടോ. അപ്പൊ നമ്മൾ അച്ഛൻ്റെ പരിപാടിയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തായാലും ഇത് 1-ാം തീയതിയാണ് ഇത് പുറത്ത് വരിക. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മളെ വെഡിങ്ങിൻ്റെ നിക്കാഹിൻ്റെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒക്കെ നമ്മൾ പുറത്ത് വിടും, കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ അച്ചോ? അച്ഛൻ നമ്മളെ പെൺകുട്ടി എവിടുന്നാണ്, പെണ്ണ് എവിടുന്നാണ്? കാലിക്കറ്റ്. ഓള് പേര് ലിയാന. എന്താ പഠിക്കണേ? പൊട്ട ഡിഗ്രി കഴിഞ്ഞു. മാത്സ് കഴിഞ്ഞു. ഓക്കെ. ഇപ്പൊ നമ്മളെ എൻഗേജ്മെന്റ് കഴിഞ്ഞുള്ളൂ. ഇല്ല പരിപാടി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ അത് എനിക്ക് ലൈക്കായി. ജസ്റ്റ് വീട്ടുകാരെ തമ്മിൽ സംസാരിച്ചാണ്ട് അല്ലേ? പിന്നെ നമ്മളെ വീട്ടിൽ ഒരു ദിവസം വന്നിട്ട് ഡേറ്റ് ഉറപ്പിച്ച് പോലും പോയി. അതും ഒരു 10-12 ആൾക്കാര്. ഓക്കെ, ചെറിയ പരിപാടി അല്ലേ? അതെ, അത് എപ്പോഴും നമ്മൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ആക്കിയാണ്ട് നമ്മളെ നിശ്ചയിച്ചിടലോട് കഴിഞ്ഞിരിക്കണേ അല്ലേ? എനിക്ക് എന്താണ് ഈ ഒരു കല്യാണത്തിന്റെ ഒരുങ്ങിക്കണ ഈ ഒരു അവസരത്തിൽ പറഞ്ഞത്, എനിക്കെങ്ങനെയാണ് വെച്ചോ, അതായത് ഭയങ്കര ടെൻഷനേനി. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും, എനക്കെന്നല്ല. അത് കല്യാണം കഴിക്കാൻ പോണേ, പുതുതായിട്ട് കല്യാണം കഴിക്കാൻ പോണേ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. കാരണം കുറെ ആൾക്കാർ ഇത് പല രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്ന ആൾക്കാരുണ്ട്. ഭയങ്കര സീനാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, പിന്നെ അനങ്ങാൻ പറ്റൂല, തിരിയാൻ പറ്റൂല, മറിയാൻ പറ്റൂല പറഞ്ഞാണ്ട് ഇങ്ങനെ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. നേരെ മറിച്ച് ഇത് സിമ്പിളാണ്, കുഴപ്പമില്ലാത്ത രീതിയിൽ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പൊ നിലവിൽ ഇതുവരെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഗുണപാഠം, ഒരു കുഴപ്പമില്ല. ഇത് ഞമ്മക്ക് പടച്ചോന്റെ സമയം നമ്മളോട് കെട്ടാൻ പറഞ്ഞാണ്. അത് ഞമ്മക്ക് പടച്ചോ ഹയറാക്കി നമ്മുടെ ജീവിതത്തേക്ക് വരും, അത് നമ്മള് കെട്ടുക, അത്ര ഉള്ളതില്. ഒറ്റക്ക് നടന്നു, ഒരാളെ കടന്നു വരേണ്ട സമയമായി. അതെ, അത്രേ ഉള്ളൂ. ഇവിടെ മാറ്റങ്ങൾ വരണ്ട അച്ഛൻ, അങ്ങനെ മാറ്റങ്ങളല്ല. അതായത്
നമുക്കൊരു ഉത്തരവാദിത്വം കൂടാണ്. നമ്മൾ ഒരാളും കൂടി നമ്മുടെ ജീവിതത്തിൽ വന്ന് ആ കുട്ടീൻ്റെ ഉത്തരവാദിത്വം കൂടി നമ്മുടെ ജീവിതത്തിൽ കൂടാണ്. അത് നമ്മൾ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ ബാക്കി എല്ലാ പരിപാടിയും എന്ത് ചെയ്യാൻ അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മളൊക്കെ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് പേടിക്കേണ്ടതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ് പേടിപ്പിക്കേണ്ടതോ ആയിട്ട് ഒരു സംഭവം ഇതിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇനി കെട്ടാൻ പോകുന്ന ആൾക്കാർക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ പരിപാടി. അപ്പോൾ ഞാനും അച്ചു ഇങ്ങനെ പെരിന്തൽമണ്ണ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ചുവിൻ്റെ വീട് മഞ്ചേരിയാണ്, പിന്നെ പെണ്ണിൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പം ഞങ്ങൾ ഈ വീഡിയോ റിലീസ് ആവേണ്ടത് 1-ാം തീയതി കൊണ്ട് ഞാൻ ഇന്ന് വെച്ച് പറയാം കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു 8-9 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണ്. എന്നിട്ട് നമ്മൾ എത്താൻ പോണത് പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് നിൽക്കുക അടക്കാൻ പോണത്. ഓഡിറ്റോറിയത്തിൻ്റെ പേരെന്ന് വെച്ചോ അതെ പെട്ടെന്ന് പറയുക. അപ്പം സംബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ അധികം ദിവസമല്ല കേട്ടോ. ഇന്നിപ്പം 24 ദിവസമുള്ളൂ. ഇന്ന് 6-ാം തീയതി ആയതുകൊണ്ട് ഇനി 24 ദിവസമുള്ളൂ. മെയ് 1 ആയതുകൊണ്ട്. മെയ് ദിനാണ് തൊഴിലാളി ദിനം അല്ലേ? മെയ് ദിനമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആർക്കും പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും വരാനൊക്കെ സുഖീകരണം തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വിഷ് അറിയിക്കുക. നമ്മളിതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇനി അച്ചുവിന് നേരിട്ട് പോയിങ്ങാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഓൻ്റെ അക്കൗണ്ടിലൊക്കെ പോയിങ്ങാണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ പോയിങ്ങാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ് അറിയിക്കുക. ചെറുപറ ഇതിലാണ് ഷോ. ഓക്കെ, എന്നാൽ പിന്നെ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ വിഷ് അറിയിക്കുക. പിന്നെ പെണ്ണിനും ചെക്കനും ഇല്ല വിഷ് നിങ്ങളെല്ലാവരും അറിയിക്കട്ടെ. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കട്ടെ അല്ലേ? അതായത് നമുക്കറിയാം എങ്ങനെ പ്രാർത്ഥിക്കാം. അതെ, വെറും ഹാപ്പി മാരീഡ് ലൈഫ് എന്നിട്ട് അറബിയിൽ കുറെ എഴുത്തൊക്കെ എഴുതിയാണ്ട് അങ്ങനെ വെറും വിഷമ മാത്രം ഒതുങ്ങിക്കാതെ മനസ്സറിഞ്ഞ് മനസ്സിന്റെ ഉള്ളിൽ തട്ടി നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും പ്രാർത്ഥിക്കണം. ഇനിയിപ്പോ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു 1.5 കൊല്ലത്തിനുള്ളിൽ തന്നെ ഒരു 3-4 കല്യാണങ്ങൾ ഇനി വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടമാനം കല്യാണ വ്ളോഗ്സ് നിങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവും. കല്യാണ വ്ളോഗ്സും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെ ഈ കുട്ടികളെ ഇപ്പോൾ ഇവരൊക്കെ ഇനി നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടി ആകാൻ വരികയാണ്. നമ്മളെ ഈ ചെക്കന്മാർ കെട്ടണ ഓരോ പെൺകുട്ടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോ പഠനം കാര്യങ്ങൾ അതുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഓലൊക്കെ നല്ല ഓല് കരുതിയ പോലെ തന്നെ ആ ഒരു ലെവലിൽ എത്താനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളിത് അവിടെ ഏകദേശം പെരിന്തൽമണ്ണ എത്താനായി. അച്ഛൻ്റെ ഡ്രസ്സ് വെക്കാൻ പോകുന്നത് ഞങ്ങൾ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഡ്രസ്സിൻ്റെ കടയിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഞങ്ങൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നുകാണ്ട് പിന്നെ ഓൺ ഡ്രസ്സ് ഇട്ട് നോക്കുന്നതും പരിപാടികളൊക്കെ കണ്ടിട്ട് നമ്മൾ നിങ്ങൾക്ക് ബാക്കി വീഡിയോസ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സ് കടയിലെത്തി. അപ്പോൾ അച്ചു പെണ്ണിനോട് എൻ്റെ ഡ്രസ്സിൻ്റെ കളർ ഏതാ ചോദിച്ചുകൊണ്ട് കേട്ടോ. കിട്ടിയില്ലേ? ഓള കളർ ഏതാ? ഒരു ബ്രിക്ക് കളറാണ്. ബ്രിക്ക് കളർ. അപ്പോൾ നമ്മൾ ഏതാക്കണേ? ഓൾത്തെ ബ്രിക്കാവും അല്ലേ? അപ്പോൾ തന്നെ നമ്മുടെ ഷോപ്പ് കേട്ടോ, ലിൻഫാബ് പെരിന്തൽമണ്ണ. ഈ ഇതിനെന്താ പറയുക, ഈ കോംപ്ലക്സിന് ഐഷ കോംപ്ലക്സ് ആണ്ടത്. ഐഷ കോംപ്ലക്സിലാണ് ഷോപ്പ് വരുന്നത്. തൊള്ളിന്ന് ഇരിയണില്ല. അപ്പോൾ നമ്മൾ പറയുന്ന രൂപത്തിൽ ഡിസൈൻ ചെയ്ത് തരും. ഇവിടെ എല്ലാം മാത്രം നോക്കണ്ട. നിങ്ങളൊരു ഫോട്ടോ കൊണ്ടിട്ട് വന്നാൽ മതി. നിങ്ങൾ കണ്ട ഏതെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ അതേപോലെ ആക്കി തരും കേട്ടോ. എന്നെ കൊണ്ട് പിന്നെ ബില്ലോട് കുടുങ്ങിനി. അത് ഷബീബൊക്കെ കുറേ മോഡലൊക്കെ കാണിച്ചു തന്നിനി. ഈച്ചയൊന്നും പറ്റണില്ല. അങ്ങനെ എന്നെ കൊണ്ടാണ് ഇടങ്ങാറായിട്ട്. പിന്നെ ഷബീബ് ആളെ കണ്ടാൽ പറയും കേട്ടോ, എനിക്ക് ഇന്ന ടൈപ്പ് പറ്റും എന്ന് മൂപ്പർ ഇങ്ങനെ പറഞ്ഞുതരും. അതിന് ഇന്ന പറ്റാത്തതുകൊണ്ടാണ് എന്തായത് ആകെ പ്രശ്നമായത്. അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞിട്ട് അച്ചോ അന്നെല്ലാത്തിനും പറ്റുന്നതാണ്, നിങ്ങൾ ഓനെ കണ്ട് നിങ്ങളൊരു ഇത് സെറ്റാക്കി കൊടുക്കുന്നൊക്കെ മൂപ്പരോട് ഇന്നെ കൊണ്ട് ഉണ്ടായ ഇടങ്ങാറ് ഓനെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് വേണമെങ്കിൽ ട്രയലിന് ഇത് ഇതിലൊക്കെ ഒന്ന് ഇട്ട് ഇജ്ജ് കാണിച്ചു തന്ന ടൈപ്പ് തന്നെ ഈ കാണുന്നൊക്കെ അല്ലേ? ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇജ്ജ് ട്രയലിന് ഏതെങ്കിലുമൊക്കെ ഇട്ട് നോക്ക്. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടും അല്ലേ? ഷെർവാണി അല്ലേ അത്? അപ്പോൾ ഇജ്ജൊന്ന് ഇട്ട് നോക്ക്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ അച്ചു ഡ്രസ്സ് നോക്കിക്കൊണ്ട് കേട്ടോ. ഇതൊക്കെ ക്ലോത്താണ് വെച്ചിക്കണേ. ആ, ഓളോട് പറയും ഞാൻ ഇങ്ങനെ ബ്രിക്ക് കളർ അല്ലെങ്കിൽ അതെ ഫോണിൽ ഫോട്ടോ എടുത്ത് അയക്കുമ്പോൾ ഒരു മാറലുണ്ട്. അത് നേരില്ല കളറാവില്ല കിട്ടുക. നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് സെറ്റാക്കണം കേട്ടോ.
അച്ചു ഇടട്ടെ, ഡ്രസ്സ് ഇട്ട് വരട്ടെ. അച്ചു ഇട്ട് വരൂ. എന്താ അച്ചോ ഇതിട്ടിട്ട് ഒരു അതിന് മറ്റേ ലുക്കാണ് കേട്ടോ. ഒരു എഴുത്തുകാരൻ ലുക്ക് കണ്ട് മാറി അച്ചോജി. ഇത് ലെങ്തോ കാട്ടല്ലേ. പിന്നെ അച്ചോ അനക്കില് പ്രത്യേകം തരോ, ഇജ്ജ് ലുക്ക് ഉണ്ട്, നമ്മളെ വരെയല്ല. ലുക്കില്ലോണ്ട് ഒന്നൊരു വിഷയമല്ല. ആ മൂപ്പരെന്താ കാട്ടി ബാക്കില് ക്ലിപ്പിട്ട് അവിടെ ക്ലിപ്പൊക്കെ ഘടിപ്പിച്ചു കൊടുത്തിട്ടോ. ആ എങ്ങനെ? ആ ആ ആ ഇതുള്ളിൽ വരുന്ന സാധന. ഓക്കെ ഓക്കെ. ഓ കാലൊക്കെ പോയി കുത്തിയുടെ. ഫോട്ടോ 1-2 എടുക്കൂല മൊത്തം നമ്മള്. നിന്നാജി അങ്ങോട്ട് എന്നാ 1x മനസ്സിലായി. ഉമ്മാക്കാണ് ആദ്യം അയച്ചു കൊടുക്കേ. അപ്പം അച്ചുവിൻ്റെ ഉമ്മാക്ക് അയച്ചു കൊടുക്കാനാട്ടത്, എല്ലാവരും വിശ്വസിക്കണം. ആ ഈ ലൈറ്റ് വന്നപ്പോൾ അടിപൊളി. അച്ചോ ഇജ്ജുണ്ട് മുത്തേ. നേരെ ഒന്നുകൂടി നിന്നാ ഇത് കൊണ്ടുപോയി. ഷെർവാണി ഇട്ടജ് മറ്റേ ഇബണ്ടല്ലോ, മറ്റേ ആശുപത്രിക്ക് വരുന്നേ പിഷാരടി, മറ്റേ പടത്തില് ഷാളൊക്കെ ഇട്ട്. ഇജ്ജ് ഹൈറ്റ് ഇല്ലോണ്ട് ചെയ്യില്ല, ഒരു ചൊർക്ക് കിട്ടൂല അല്ലേ? അങ്ങനെ ഉണ്ട്. ഇജ്ജ് ഓൾറെഡി ചൊർക്കുണ്ട്, അതിന്റെ പുറത്ത് ഷെർവാണിന്റെ ചൊർക്കും കൂടി വരുമ്പോത്തിന് ആകെപ്പാട് ചൊർക്കാവും. ഞാൻ പറയുമ്പോ എന്റെ ഒന്നെങ്കിൽ എന്റെ ചൊർക്ക് കുറക്കണം, അല്ലെങ്കിൽ ഇതിന്റെ ചൊർക്ക് കുറക്കണം. മറ്റേ രണ്ടും പാടെ ആകെ കൊളാബാവും. ഞാൻ ഒന്നാം തീയതി ഞാൻ ഫ്രീ ആണ് അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, വരിക്ക് കല്യാണങ്ങൾ വരാൻ പോകട്ടോ. അപ്പോൾ ആ വരിയിൽ വെറുതെ ആരും വന്ന് നിന്നുകൊണ്ട് ഒരു ശല്യപ്പെടുത്തരുത് ആരും. ഇല്ലേ അച്ചോ? വരിയിൽ കയറി നിന്നാണ്ടേ ആരും നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്. ഇതെന്താ വെച്ചാൽ ഇന്ന് ഞങ്ങൾ രണ്ടാളും ഒറ്റക്കായോണ്ടാട്ടോ. ദൂക്ക് കമ്മിയാണ്, അതായത് ഞാൻ ഒറ്റക്കുള്ളതുകൊണ്ട് ഇന്റെ ഊക്കിൽ കഴിച്ചാൽ മതി. ആ ഉണ്ട്. എന്താ വെച്ചാൽ സംഭവം എന്തൊക്കെ പറഞ്ഞാൽ ആ ഒരു ഒച്ചമൂലൊക്കെ ഉണ്ടെങ്കിൽ അതെ ആരും ഇല്ല. അതെ പിന്നെ നമുക്ക് ഇത് നീട്ടൊക്കെ ഒരു ഓപ്ഷൻ അല്ല, കാരണം ഇനി പരിപാടിക്കാകെ 24 ദിവസമുള്ളൂ. അപ്പോൾ ഇന്നത് തീരുമാനമാക്കി അടിച്ചാൻ കൊടുത്താലേ ഇതാവുള്ളൂ. ഇനി ഇത് വാങ്ങാൻ വരുന്നത് ഞാൻ ഉണ്ടാവില്ല, ബാക്കി എല്ലാവരും ഉണ്ടാവും. അതാണ് സംഭവിക്കാൻ പോണേ. അപ്പം ഞാൻ ഈ പരിപാടീൻ്റെ 2 ദിവസം മുമ്പ് ഇവിടെ എത്തുള്ളൂ നാട്ടിലേക്ക് ഇൻഷാ അല്ലാ. ഇതും രസം ഉണ്ട് വെച്ചോ. ഇതെന്താ ബട്ടൺ? ആ ഷൂ ഒക്കെ നമ്മൾ ഇതിക്ക് സെറ്റ് ആക്കൂലേ? ഇതെങ്ങനെ ഉണ്ടാക്കലാ? മേക്ക് ചെയ്യല ഈ സാധനം? ഇതെങ്ങനെ പരിപാടി? അല്ല അങ്ങനെയല്ലേ, ഞമ്മക്ക് അനുസരിച്ച് പിന്നീട് ഉണ്ടാക്കലാണ് വെച്ചാ. മക്കാച്ചിലേക്ക് പ്രശ്നമാണ്. നേരെ കേട്ടോ. അപ്പോൾ ഗൈസ് കമൻറ്റ് ബോക്സിൽ പറയാം, അച്ചു ഇത് ഉമ്മാക്കാണ് അയക്കണത്, വല്യമ്മാക്കാണ് അയക്കണത്, പെണ്ണുങ്ങൾക്കാണ് അയക്കണത്. 3 ഓപ്ഷൻ. ഓപ്ഷൻ എ ആണെങ്കിൽ നിങ്ങൾ അതിൽ ഓക്കെ ചെയ്യുക, ബി ആണെങ്കിൽ അതിൽ ഓക്കെ ചെയ്യുക, സി ആണെങ്കിൽ അതിൽ ഓക്കെ ചെയ്യുക. എങ്ങനെയുണ്ട്? അനക്കനൊരു സംശയമല്ലേ ഞാൻ അത്ര ചോർക്കുണ്ടായിരുന്നു അലിജ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ ഷബീബ് കേട്ടോ. ക്യാമറ അവിടെ വെച്ച് കാണാം, അവിടെ ഫിക്സ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ നമ്മളെ അല്ലേ ഷോപ്പിൻ്റെ വളാഞ്ചേരിയുടെ ഷോപ്പ് എന്തായി? ഇപ്പോൾ സീസണാണ്. നമ്മളുടെ എന്നൊക്കെ റെഡി ആവോ ഷബീബ്? ഇന്ന് വന്നാൽ ഓ അച്ചോ നാളെ വേണോ? മൂലേര് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഒരു തബലൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഇരിക്ക ഇറങ്ങിയോട്ടെ.
എൻ്റെ ചെക്കൻ ഹാപ്പി അല്ലേ? എൻ്റെ പിന്നെ സ്ഥലത്തിൻ്റെ അല്ല അച്ചോ, അതായത് ഇജ്ജാണ്. ഇത് പൊളിച്ച് ഇങ്ങനെ പോയാലോ സ്റ്റേജ് നമുക്ക് സ്റ്റേജ് തരാം. ഇതെടുക്കല്ലോ നമ്മള്, ഇത് കൺഫേം. ഇത് ഉള്ളിലായിരുന്നു അല്ലേ? ഇത് ചുരിദാർ വരെയല്ലോ ചോ. ഇതിങ്ങനെ ഷെബിക്ക് വരാനുള്ളൂ. നമ്മള് ബോഡി കൊണ്ടിങ്ങോട്ട് വന്നാൽ മതി, ബാക്കി ഷെബീബ് സെറ്റ് ആക്കും. സെറ്റ് ഇന്നും എടുത്തു വേണമെങ്കിൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ തന്നെ സാധനം നമുക്ക് കിട്ടും. അങ്ങനത്തെ ദിവസം ഷെബീബ് ഖാനെ മെഷീനുകളൊക്കെ ഇരുന്ന് അടിച്ച് അല്ലോടാ, അത്രയും നേരത്തെ നമുക്ക് സാധനം കിട്ടും. ഹലോ ഉമ്മ അതെങ്ങനെ ഉണ്ട്? ഹലോ എന്ത് കൗത്തല്ലേ പ്രശ്നമുള്ളൂ? ഫസ്റ്റ് ഇട്ടേ ഇത് രസമല്ലേ ചോദിക്കാം. ആ ഇതേക്കാണ് ഇത് ഈ സാധനം വേണ്ട, നമുക്ക് മാറ്റാം. ഇത് ശരിക്കും വേണമല്ലോ. ശരിക്കും ഉമ്മ വിളിച്ചു, ശരിക്കും അയ്യോ വിശ്വസിച്ചു. അച്ഛോ അതിന്റെ ലുക്ക് എങ്ങനെയാണ് ഷോ? ഓ അയക്കാ തട്ടൊക്കെ ഇട്ടിട്ട് ചെല്ല അല്ല ഷാള് അല്ലേ? ഇത് കൺഫേം ആക്കിയോ? കല്യാണത്തിനെ കുറിച്ച് രണ്ടു പേർക്ക് സംസാരിക്കും. മണിയാണ് എന്നാലും നമ്മൾ തന്നെയല്ലേ റിസ്ക് എടുക്കണം. കല്യാണം വിളിയോ കഴിഞ്ഞോ? നമ്മൾ പ്രേക്ഷകരോട് എന്തൊക്കെ പറയാല്ലേ? പ്രാർത്ഥിക്കുക. ഇത് പിന്നെ നമ്മള് പരിപാടിന്റെ അന്നേ വിടുള്ളൂ. അപ്പൊ പിന്നെ പരിപാടി കഴിഞ്ഞിട്ട് വിടുക. അപ്പൊ എല്ലാരും വരണം പറഞ്ഞോളാം. കല്യാണത്തിന് വരും. വരാത്തിരി സങ്കടം ഉണ്ട്. വലിയ മറ്റേ ഗ്രൗണ്ടിലാക്കാം വിളിച്ചിട്ട്. ഓക്കെ ഇതൊക്കെ റെക്കോർഡ് ആക്കണുണ്ടോ? അല്ല അച്ഛനോട് വരാം. ആ പാൻറ് ഇട്ടോ. ക്യാമറ അങ്ങോട്ട് വരണോ? കല്യാണ ഡ്രസ്സ് നിന്ന് ഇറങ്ങിട്ടോ, വീണ്ടും പഴയ ലുക്കിലേക്ക്. സെറ്റല്ലേ? ആ അപ്പം ഞാൻ അച്ഛന് ഹെയർ റെഡി ആക്കണം കേട്ടോ പരിപാടി ആകുമ്പോഴത്തേന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടി നമ്മൾ നോക്കട്ടെ. ഷോപ്പിൽ പോയി നോക്കാം കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ അവിടെ നോക്കിയാൽ കാണാം. ആ കാണുന്നതാണ് കേട്ടോ ആർട്ടിസ്റ്റ്. അതാണ് ഹെയറിൻ്റെ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ അങ്ങനെയും മെച്ചുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, ഹെയർ ശരിയാക്കാലോ. അച്ഛൻ്റെ വാച്ചാണ്. അച്ഛൻ്റെ വാച്ചാൽ ഇനി വന്നിട്ട് നമുക്ക് അളവെടുക്കട്ടോ. ഞങ്ങൾ പേരട്ടോ, നിങ്ങൾ വരുന്നുണ്ടോ? ഇറങ്ങാം. ഓക്കെ ഓക്കെ എന്നാൽ കാണാം. നമ്മൾ എടുക്കാൻ വരണ്ടേ? അന്ന് കാണാം. അന്ന് ഞാൻ ഉണ്ടാവില്ല, ചെക്കന്മാരെ കയറാം. നമ്മൾ ഇനിയും ഞാൻ പറയില്ല, കണ്ടമാനം പരിപാടി വരുന്നുണ്ട് നമ്മളെ ടീമിൽ തന്നെ. അപ്പോഴത്തേനൊക്കെ വരും. ഹലോ ഗായ്സ്, അപ്പോൾ തന്നെ ഐഷ കോംപ്ലക്സ് കേട്ടോ. ഐഷ കോംപ്ലക്സിൻ്റെ അതാണ് റോഡ്. അതിലെങ്ങനെ വന്നത് അവിടെ തന്നെയാണ് ഷോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കല്യാണ ചക്ക നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കല്യാണ ചക്കൻ്റെ കൂടെ മൈക്കും തൂക്കി ഞാനും നടക്കുന്നു. ഇതാണ് ആർട്ടിസ്റ്റ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ ഇവിടെ നമുക്ക് ആർട്ടിസ്റ്റ് കാണാം. അച്ചോ എൻ്റെ ഒപ്പം നടക്കാനല്ല ഇഷ്ടം, എനിക്കിഷ്ടം. എൻ്റെ ബാക്കിൽ നടക്കാൻ ഇഷ്ടം. എന്നായിക്കോട്ടെ, മുന്നിലടക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ മുടി വെട്ടുന്ന ഷോപ്പ്. അല്ല മുടി വെട്ടണല്ലോ കേട്ടോ, മേക്ക് ഓവർ കേട്ടോ. ഇതാ ആർട്ടിസ്റ്റ്. അവിടെയാണ് നമ്മളെ ഡ്രസ്സ് എടുക്കുന്ന ഷോപ്പ്. അപ്പോൾ ഇത്ര പണിയുള്ളൂ, ഒരു സ്റ്റെപ്പ് കയറി ഇവിടെ എത്താം. അപ്പോൾ 2 മെച്ചുണ്ട് ഇവിടെ വന്നാൽ. അപ്പോൾ വരുന്നവരൊക്കെ ഇവിടെ സെലക്ട് ആക്കാം. ഓ ആർക്ക്? ആ ആ ആ
അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കും ഹെയർ. ഓക്കെ, അതാണ് ഷോപ്പ് കേട്ടോ, ആർട്ടിസ്റ്റ്. ഓണർ സെറ്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും കേട്ടോ. 2 ഷോപ്പിൻ്റെ കൊടുക്കും, ഡ്രസ്സിൻ്റെ ഷോപ്പിൻ്റെ കൊടുക്കും. ഉണ്ടല്ലേ? ഓക്കെ. ഗ്രൂമും ബ്രൈഡും എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അച്ചുവാ അത് ലേഡീസ് സെക്ഷൻ ആട്ടോ, അവിടെ പോകണ്ടല്ലോ, നടക്ക്. അപ്പോൾ ജെൻ സെക്ഷനിലേക്ക് പോകട്ടോ നമ്മൾ. സെറ്റല്ലേ? എന്തേ സ്വന്തം പരിപാടിയാണെന്നില്ല, അത് തിരിച്ചറിവ് ഇപ്പോഴാണ് വന്നത്. ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത് സ്വന്തം പരിപാടിയാണെന്നല്ലേ. ഇപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്ത് തുടങ്ങിട്ടോ. ജസ്റ്റ് ട്രയലല്ലേ? ട്രയലാട്ടോ, ഇത് ചെറുത്, വലുത് വരാണ്ട്. സനീഷേട്ട അച്ഛനെ ഒരുക്കിക്കൊണ്ട് കേട്ടോ, താൽക്കാലിക ഒരിക്കലാണ്. അടിപൊളി. ഈ പരിപാടിൻ്റെ അന്ന് വരെ കുളിക്കരുത് കേട്ടോ, ഇതിപ്പോൾ തന്നെ സെറ്റ് ചെയ്യാണ്. അനങ്ങൂലല്ലേ? ഈ പരിപാടിന്റെ 3 ദിവസം വന്നാ പോരെ? അതുവരെ ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പൊ ഇവിടെ റെഡി ആവാണ്ട് തലവേര ശരിയല്ലെന്നാണ്. തലവേര, അതെ. പക്ഷെ തലവേര റെഡി ആവും, പുതിയൊരാളൊക്കെ വരില്ലേ. ഈ ടാപ്പുകൾ പോകല്ലേ എപ്പോഴും ഉണ്ടാവും? ഓ, പ്രൊഫഷനോടല്ലേ അല്ലേ കമ്മിറ്റ്മെന്റ്. ഞാൻ പറയുമ്പോ അച്ചോ ഇജ്ജെന്ത് ചെയ്യണമെന്ന് അറിയോ, ഒരു ലോറിയില് കമ്പി കല്ല് വെട്ടല് ഇതൊക്കെ ഇജ്ജു നടക്കണം, എപ്പോഴും നടക്കണം. കാറിന്റെ ബാക്കിലൊരു വണ്ടി, കാരണം എന്റെ പ്രൊഫഷൻ അതാണ്. അപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ എടുത്തതാ റിട്ടേൺ പോയി കൊണ്ട് നിൽക്കുകയാണ്. എന്താ പറയല്ലോ അച്ചോ, ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതൊരു പരിപാടിയിൽ ഏറ്റവും പണിയിലെ പണിയാണ് ഏത്? ഡ്രസ് സെറ്റാക്കി. അത് സെറ്റായി. ഇനി വേറെ ഒന്നും ഉണ്ടോ? കൊറേ ആൾക്കാർക്ക് ചോദിച്ചാണ്ടാവും, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? അതല്ല പറഞ്ഞ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. എപ്പോഴും ഏതൊരു കല്യാണത്തിനടിയിലും കുറച്ച് കൂടുതൽ വരുന്ന ചോദ്യമാണ് അത്, ലവ് മാരേജ് ഒരു അറേഞ്ച് മാരേജ്. എന്താണ് നമ്മളത്തെ എന്താണ്? അറേഞ്ച് മാരേജ് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അച്ചുവിന് കല്യാണപ്രായമായി എന്ന് അച്ചുവിൻ്റെ വീട്ടുകാർക്ക് തോന്നി അല്ലേ. അപ്പോൾ നമ്മളൊരു കുട്ടീനെ കുറിച്ച് ഒരു കുട്ടീനെ അന്വേഷിച്ച്, അപ്പോൾ ഒരു കുട്ടീനെ ആരോ പറഞ്ഞു കൊടുത്ത് അല്ലേ. അങ്ങനെ നമ്മളുടെ അടുത്ത് എത്തി, അങ്ങനെ 2 വീട്ടുകാരും കാര്യങ്ങളൊക്കെ നോക്കി
നിശ്ചയിച്ച് നടക്കുന്ന ഒരു അറേഞ്ച്ഡ് മാരേജ് പരിപാടിയാണ് സുഹൃത്തുക്കളെ ഇന്ന് നടന്നത്. അപ്പോ അന്നല്ല ഇടുക കാണുന്ന ആൾക്കാർക്ക് ആ കൺഫ്യൂഷൻ ആവും. കുറെ ഇന്ന് പറയുന്നുണ്ട്, കുറെ അന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മളിത് മനസ്സ് കണ്ടുകൊണ്ടാണ് അതൊക്കെ പറയണത്. മെയ് 1-ാം തീയതി നിങ്ങളിത് കാണുക വീഡിയോ മുൻകൂട്ടി കണ്ട് പറയാണ്. അപ്പൊ നിങ്ങളെല്ലാരും അച്ചുവിനും ലിയാനക്കും വേണ്ടി എന്ത് ചെയ്യാ, പ്രാർത്ഥിക്കുക അല്ലെ. ഫുള്ള് പേരെന്തോളെ? ലിയാന മാത്രമേ ഉള്ളൂ. ലിയാന മാത്രമാണ് പേര്. അപ്പോ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മള് ഡ്രസ്സ് എടുക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് പോന്നിക്കണേ, നമ്മൾ തിരിച്ചെത്തി ഏകദേശം. അപ്പൊ ഇനി ബാക്കി പരിപാടിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചാനലിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, കാണും. നേരത്തെ വ്ളോഗ് ചെയ്യാറ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും മെച്ചായി കാണുന്നവർക്ക് എല്ലാ മുക്കി മൂലം കാണാം. അതായത് ഓരോ ആംഗിളും ഓരോ ക്യാമറ കാണാം. അപ്പൊ നിങ്ങൾ പരിപാടി വീട്ടിലിരുന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് കൂടി ഒരു പ്രതീതി കാണാം നിങ്ങൾക്ക്. അപ്പൊ എല്ലാരും പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും നമുക്ക് പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പൊ പരിപാടിന്റെ ബാക്കി കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ എല്ലാം നമ്മുടെ വീഡിയോസിലൂടെ ഒക്കെ കണ്ട് പിന്നെ സംതൃപ്തി അണയണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയുള്ള പരിപാടിക്ക് നമ്മളിപ്പോ എന്താ വെച്ചാൽ നിക്കാണ്. അപ്പൊ നമ്മള് പെണ്ണിന്റെ വീട്ടിൽ അങ്ങോട്ട് പോയിട്ട് അല്ലെ നിക്കാഹ് കഴിഞ്ഞ് പോരാണ്. നമ്മള് കുറച്ച് ആൾക്കാർ പോവാ, കാര്യപ്പെട്ട നമ്മളെ പോലത്തെ കുറച്ച് ആൾക്കാർ പോയി കണ്ട് നിക്കാഹ് കഴിഞ്ഞ് പോരാണ്. അപ്പൊ കല്യാണം ഇനി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളോട് എല്ലാരോടും നമ്മള് വിവരം അതേമാതിരി കഴിഞ്ഞിട്ട് അറിയിക്കും. അപ്പൊ അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, അതേമാതിരി പ്രാർത്ഥിക്കുക. അപ്പൊ എന്തായാലും അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പൊ നിങ്ങളെ പ്രാർത്ഥന ഉണ്ടാകുന്ന പ്രതീക്ഷയോട് കൂടി നമ്മൾ വ്ളോഗ് എൻഡ് ചെയ്യാണ്. അപ്പൊ നമ്മളെ ബാക്കി പരിപാടികളൊക്കെ നിങ്ങൾ കാണും. ഓക്കെ, ബൈ ബൈ. Thank you guys.